Hi, welcome to Coolstock YouTube channel. November 27th Nifty 50 ട്രേഡിംഗ് അനാലിസിസ്. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. യെസ് അഷിത. യെസ് സർ. 27th നവംബറിൻ്റെ ട്രേഡിംഗ് അനാലിസിസ് ആണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. എല്ലാ ദിവസവും പറയുന്ന പോലെ ആദ്യത്തെ 3 മിനിറ്റിൽ കാണുന്ന യെല്ലോ ക്യാൻഡിൽ മാർക്കറ്റ് സ്കാനറാണ്. ആ 3 മിനിറ്റ് സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 9:29 നമുക്ക് അൽഫ ക്യാൻഡിൽ വരും. അൽഫ ക്യാൻഡിൽ വരുന്ന നേരത്ത് 9:29 ക്യാൻഡിൽ വന്ന് 9:30 അത് ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് അൽഫ സിഗ്നൽ അവിടെ സസ്റ്റെയിൻ ആവുന്നത്, അതാണ് നമ്മൾ എടുക്കേണ്ട ട്രേഡ്. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ എത്ര മിനിറ്റായി? 9:25. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റിന്റെ സ്റ്റാറ്റസ് ടേബിൾ എന്താ റീഡ് ചെയ്യുന്നത്? ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ്, സിഗ്നൽ ഓഫ് ദി സ്ട്രെങ്ത് സ്ട്രോങ്. മാർക്കറ്റ് ബുള്ളിഷ് ആണ്, സീറ്റ സിഗ്മ പോസിറ്റീവ് ആണ്, വോളിയം നെഗറ്റീവ് ആണ്. ഓക്കെ, സ്കോർ 2/3. അപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ബുള്ളിഷ് ആണ്, വോളിയം മാത്രമാണ് ഡ്രോപ്പ്. ബാക്കിയുള്ളതൊക്കെ ബുള്ളിഷ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്, സീറ്റ പോസിറ്റീവ് ആണ്, ട്രെൻഡ് ബുള്ളിഷ് ആണ്. വോളിയം മാത്രമാണ് നെഗറ്റീവ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ടേബിൾ വന്നാൽ CE വരാണെന്നുണ്ടെങ്കിൽ മേലോട്ടുള്ള ചാൻസസ് ഉണ്ട് 65 to 70%. പക്ഷെ വോളിയം കൂടി വന്നാൽ അതൊരു 75 to 80% ആയി. നേരെ മറിച്ചിട്ട് PE വരാണെങ്കിലും അതന്നെയാണ് സാധ്യത. കാരണം മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്, മാർക്കറ്റ് മൊത്തത്തിൽ സ്ട്രോങ് ആണ്, ബുള്ളിഷ് ആണ്, സീറ്റ സിഗ്മ പോസിറ്റീവ് ആണ്, ട്രെൻഡും ബുള്ളിഷാണ്, വോളിയം മാത്രമാണ് ഡ്രോപ്പ്. ഇങ്ങനെയുള്ള നേരത്ത് കോളായാലും പുട്ടായാലും ചെറിയൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ ഒരു 65 to 70% ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇതൊരു 75-80% ഏതായാലും കോളായാലും പുട്ടായാലും സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് 65 to 70% എന്നുള്ള ഒരു മനസ്സിൽ വെച്ചും കൊണ്ടാണ് ട്രേഡ് ചെയ്യേണ്ടത്. നമ്മൾ മുന്നോട്ട് പോവുക. 9:29 ക്യാൻഡിൽ എന്താണ് സിഗ്നൽ വരുന്നതെന്ന് നോക്കുക. സ്കാനർ ക്യാൻഡിൽ പിന്നെയും കഴിഞ്ഞു, മാർക്കറ്റിനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും എല്ലാം പോസിറ്റീവ് ആണെങ്കിലും വന്നത് എന്താണ്? PE 26,300 PE. 26,300 PE ആണ് വന്നത്. ടേബിളിൽ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല, വോളിയം മാത്രമില്ല, ബാക്കിയെല്ലാം ബുള്ളിഷ്. അതെ, വോളിയം ആദ്യവും ഇല്ല, ഇപ്പോഴും ഇല്ല. ബാക്കി എല്ലാം ആദ്യം ബുള്ളിഷാണ്, ഇപ്പോഴും ബുള്ളിഷാണ്. വന്നിരിക്കുന്നത് PE ആണ്. PEയില് വോളിയം ഇല്ലാത്തത് കൊണ്ട് CEന്റെ കാട്ടി PEക്കുള്ള സാധ്യതയുണ്ട്. ഇത് CE ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ബുള്ളിഷ് ആയാൽ തന്നെ സാധ്യതയുണ്ട് 65 to 70%. പക്ഷെ വോളിയം ഇല്ലാത്തത് കൊണ്ട് ഒരു 50% പ്രോഫിറ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോകുന്നതാണ് നല്ലത് CE ആണെങ്കിൽ. PE ആയതുകൊണ്ട് ഇവിടെ വോളിയം ഇല്ലാത്തത് നമുക്ക് ചെറിയൊരു അനുകൂലമാണ്, PEക്ക് അനുകൂലമാണ്. നമുക്ക് സ്ട്രൈക്ക് എടുത്ത് നോക്കാം. സ്ട്രൈക്കിൽ എന്താ വരുന്നത്? ഇപ്പം സ്ട്രൈക്കിൽ കാണുന്ന ടേബിളിൽ ഇപ്പം എന്താണ്? എല്ലാം ബാരിഷാണ്. പക്ഷെ നമ്മൾ ഇത് അറിയുന്നുണ്ടോ? ആദ്യം ഇല്ല. കാരണം നമുക്ക് 9:29 ഇൻഡെക്സിൽ സിഗ്നൽ വന്ന ശേഷം മാത്രമേ നമ്മൾ സ്ട്രൈക്കിലോട്ട് പോകുന്നുള്ളൂ. സ്ട്രൈക്ക് ഇപ്പൊ എത്രയാ സമയം? 9:28 ആയിട്ടേ ഉള്ളൂ. 9:28 ആവുമ്പോൾ എല്ലാം നെഗറ്റീവാണ്. പക്ഷെ നമ്മൾ ഇത് അറിയുന്നില്ല. നമ്മൾ 9:30 ഇൻഡെക്സിൽ ക്ലോസ് ആയ ശേഷം ആണ് നമ്മൾ ഇൻഡെക്സിലേക്ക് വരുന്നത്. ഇൻഡെക്സിലേക്ക് വന്നപ്പം എന്താ ഇവിടെ വന്ന മാറ്റം? എന്താണ്? ഇവിടെ വോളിയം ഉണ്ട്. ഈ സ്ട്രൈക്കിൽ വോളിയം ഉണ്ട്. ട്രെൻഡ് ബാരിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബാരിഷ് ആണ്, സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ വീക്കാണ്, സീറ്റ സിഗ്മ നെഗറ്റീവ് ആണ്. പക്ഷെ വോളിയം ഉണ്ട്. സ്കോർ 3-1. പക്ഷെ വോളിയം ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, വോളിയം ഉണ്ടെങ്കിൽ എടുക്കുന്ന സ്ട്രൈക്കിൽ വോളിയം ഉണ്ടെങ്കിൽ നമ്മളുടെ ബൈ പ്രൈസ് എക്സിക്യൂട്ട് ആവുന്ന നേരത്ത് വോളിയത്തിലോട് കൂടിയാണ് എക്സിക്യൂട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് സാധ്യത? ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള സാധ്യത. യെസ്, ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള സാധ്യത ഒരു 75 to 80% ഉണ്ട്. കാരണം വോളിയം ഉണ്ട്. നമ്മൾ ട്രേഡ് മുന്നോട്ട് പോയി നോക്കാം. വോളിയം വന്ന് ഇനി വോളിയം പോവുമായിരിക്കും. വോളിയം പോയി പിന്നെയും വോളിയം ബിൽഡാവും. പക്ഷെ നമുക്ക് ഓൾറെഡി ഇവിടെ ഓർഡർ എക്സിക്യൂട്ടായി. 9:30 എക്സിക്യൂട്ടായി. 9:30 ക്യാൻഡിൽ 31 ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിൽ എക്സിക്യൂട്ടായി. അഥവാ അവിടെ എടുക്കാൻ പറ്റാത്തവർക്ക്
2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും ആ ലെവലിൽ വന്ന് അവിടെ പിന്നെയും എക്സിക്യൂട്ടായി. അതിന്റെ ശേഷം ടാർഗറ്റ് ഹിറ്റായി. അതെ. എത്ര മണിക്കാണ് ടാർഗറ്റ് ഹിറ്റായത്? 9:39, 40. 9:39 തൊട്ട് 40, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടാർഗറ്റ് ഹിറ്റായി. എത്രയായിരുന്നു ബൈ പ്രൈസ്? 116 ബൈ പ്രൈസ്, ടാർഗറ്റ് 130 ടാർഗറ്റ് ഹിറ്റായി. അതിന് ശേഷം മേലെ പോയി പിന്നെയും ക്യാൻഡിൽ താഴോട്ടേക്കാണ് വരുന്നത്. നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. എത്രയാണ് ആ പ്രോഫിറ്റ്? 116 ബൈ പ്രൈസും 130 ടാർഗറ്റും. അപ്പം 14 റുപ്യ. 14 റുപ്യാണ് ടാർഗറ്റ്. 14 റുപ്യക്ക് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ആ ബുക്ക് ചെയ്ത ശേഷം ക്യാൻഡിൽ ഇറങ്ങുന്ന കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിയുന്നതും ഇങ്ങനത്തെ സ്റ്റോപ്പ് ലോസിലേക്ക് പോയി അടിച്ച് നമ്മൾ ഇവിടെ നമ്മളുടെ ടാർഗറ്റ്, കാരണം വോളിയം തുടക്കത്തിൽ ഉള്ളതിനെ കൊണ്ട് ഇത് എടുക്കണം. ഇത് എടുത്താൽ നമ്മളുടെ ടാർഗറ്റ് 14 റുപ്യ കാണുക, 14 റുപ്യയിൽ ടാർഗറ്റ് ഇടുക, ആ 14 റുപ്യക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്യുക. 14 റുപ്യ പ്രകാരം എത്ര ലോട്ട് എടുക്കണം? മിനിമം 3 ലോട്ട് എടുക്കണം. 3150 റുപ്യ പ്രോഫിറ്റ് കിട്ടി മതി. ഒരു ദിവസത്തെ ട്രേഡിൽ ഒരു കംഫർട്ടബിൾ ട്രേഡ്, സക്സസ്ഫുൾ ട്രേഡ് 3150 റുപ്യ കിട്ടിയാൽ കഴിഞ്ഞ്. ഇത് ഇപ്പം 3 ലോട്ട് വീതം കുറേ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന വളരെ കൂടുതൽ ആൾക്കാർ 3 ലോട്ട് എടുത്ത് പരിചയം വന്നതിനെ കൊണ്ട് ഇപ്പം അവർ ടേബിൾ റീഡ് ചെയ്യാൻ പഠിച്ചതിനെ കൊണ്ട് 6 ലോട്ടുകൾ ഇന്ന് വളരെ കൂടുതൽ ആൾക്കാർ എനിക്ക് പേഴ്സണലി വിളിച്ചിട്ടും മെസ്സേജ് ചെയ്ത ആൾക്കാർ 6 ലോട്ട് വീതം എടുത്തിട്ടുണ്ട്. 6 ലോട്ട് വീതം എടുത്ത ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ലാഭം കിട്ടി. അവർക്ക് ഇന്ന് 6300 റുപ്യേൻ്റെ അടുത്ത് ലാഭം കിട്ടി. അപ്പം നമ്മൾ ടാർഗറ്റ് പറഞ്ഞ സ്ഥലത്തേക്ക് ടാർഗറ്റ് ആദ്യം ഇട്ട് വെക്കുക. ടാർഗറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ കഴിഞ്ഞ്. അത് മേലോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ്. ഇന്നലെ നന്നായി മേലോട്ട് പോയി. അപ്പം എത്രയോ ഇന്നലെ വളരെയധികം സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന ഒരു 85% ആൾക്കാരും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കി മേലോട്ട് പോയിക്കോട്ടെ, നമുക്ക് എൻ്റെ പ്രോഫിറ്റ് കിട്ടിയല്ലോ എന്നാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത്. അത് നല്ലൊരു മാറ്റമാണ്. ട്രേഡ് എടുക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. മിനിയാന്നും പ്രോഫിറ്റ്, ഇന്നലെയും പ്രോഫിറ്റ്, ഇന്നും പ്രോഫിറ്റ്, ഡെയിലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം 3 ലോട്ട് തുടക്കത്തിൽ പറഞ്ഞ 3 ലോട്ടിൽ നിന്ന് മഹാഭൂരിപക്ഷം ആൾക്കാരും 6 ലോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കുൾ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സക്സസ് ആണ്. കുൾ സ്റ്റോക്ക് SNK Pro 1+501 സീരീസിൻ്റെ സക്സസ് ആണ്. ആൾക്കാർക്ക് കോൺഫിഡൻസ് കൂടി. ഒരുമാതിരി എല്ലാ ആൾക്കാരും ടേബിൾ റീഡ് ചെയ്യാൻ പഠിച്ച് ട്രേഡ് നന്നായി എടുക്കാൻ ശീലിച്ചു. ഓക്കെ അക്ഷിത, ഇന്നത്തെ ട്രേഡ് അനാലിസിസ് ഇവിടെ തീരുന്നു. ഓക്കെ സർ. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.